കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് പുല്ലുണ്ടശ്ശേരിയിൽ ഇത്തവണ ശക്തരായ വനിതകളുടെ മത്സരമാണ്. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിലാണ് 3 മുന്നണി സ്ഥാനാർത്ഥികൾ. 2 തവണ തിരഞ്ഞെടുപ്പിനെ എതിരിട്ട് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് പുല്ലുണ്ടശ്ശേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ ശ്രീലത ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. 2 തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു ശ്രീലത. സാധാരണക്കാർക്കായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി കൂടെയുണ്ടാകുമെന്നും കെ ശ്രീലത പറഞ്ഞു. ഞാൻ ഈ സ്ഥാനാർത്ഥിയാവുന്നത് 3-ാം തവണയാണ്. 2 തവണ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റായിട്ട് അവനവൻ്റെ നാടിനു വേണ്ടി എനിക്ക് പറ്റാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മുഴുവനായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി എനിക്ക് പറ്റുന്ന തരത്തിൽ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അവനവൻ്റെ നാട്ടിനെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ 3-ാം തവണ ഈ 15-ാം വാർഡ് പുല്ലുണ്ടശ്ശേരി പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആണ് മത്സരിക്കുന്നത്. സുനിത ഉദയനാണ് വാർഡിലെ UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 14-ാം വാർഡിൽ നിന്നും വിജയിച്ചയാളാണ് സുനിത. ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയും നൽകിയ ഈ അവസരം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുമെന്നും വ്യക്തി താൽപ്പര്യങ്ങൾക്ക് അതീതമായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും വാർഡിലെ വികസനത്തിനായി മുന്നിൽ നിൽക്കുമെന്നും സുനിത ഉദയൻ പറഞ്ഞു. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ 15-ാം വാർഡ് പുല്ലുണ്ടശ്ശേരിയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കഴിഞ്ഞ ടൈമിൽ ഞാൻ ജനപ്രതിനിധിയായി 5 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. വാർഡ് 14 വട്ടംതിരുത്തിയിലാണ് ഞാൻ മത്സരിച്ചത്. അത് ജനറൽ സീറ്റായത് കാരണം ഇപ്പോൾ വനിതാ സീറ്റായത് പുല്ലുണ്ടശ്ശേരിയിലേക്ക് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ നന്നായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി എനിക്കൊരു സീറ്റ് നൽകാൻ അവസരം തന്നത്. അപ്പോൾ ആ അവസരം ഞാൻ കാര്യക്ഷമമായി ഉപയോഗിക്കും. കക്ഷി രാഷ്ട്രീയ ഭേദത്തിനതീതമായി വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. നിഷാകുമാരിയാണ് വാർഡിലെ BJP സ്ഥാനാർത്ഥി. വാർഡിൽ വേണ്ടത്ര വികസനങ്ങൾ എത്തിയിട്ടില്ലെന്നും ഇതുവരെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുമെന്നും നിഷാകുമാരി പറഞ്ഞു. ഈ വാർഡിനെ 15-ാം വാർഡിനെ പുല്ലുണ്ടശ്ശേരി 15-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഭരണത്തിൽ വന്നിരുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും വേണ്ട വികസനം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഒരു റൗണ്ട് നമ്മുടെ എല്ലാ വാർഡിലെ എല്ലാ വീടുകളിലും സന്ദർശിച്ചപ്പോഴും ഞാൻ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും അതേ തെറ്റ് ആവർത്തിക്കാതെ ഞങ്ങളെ അധികാരത്തിൽ വരുത്തിയാൽ ഞങ്ങൾ ഈ പറയുന്ന എവിടെയൊക്കെയാണോ വികസനങ്ങൾ വേണ്ടത് അവിടെയൊക്കെ ഞങ്ങൾ കടന്നു ചെന്ന് അവരിൽ ഒരാളായി രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ അവരിലെ ഒരു അംഗമായി ആ വീട്ടിലെ ഒരു അംഗമായിട്ട് അവർക്ക് വേണ്ട സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. വീടുകൾ കയറിയിറങ്ങി പ്രചാരണത്തിലാണ് 3 സ്ഥാനാർത്ഥികളും. വിഭജനത്തിന്റെ ഭാഗമായി മാറ്റം വന്ന ഈ വാർഡ് പിടിച്ചെടുക്കാൻ കടുത്ത പോരാട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.